ഇവിടെ ഇത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുവന്ന് ഒഴിച്ചിട്ട കുപ്പി തന്നെ ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ഈ പ്രദേശത്താണ്. ഇതെല്ലാം ഇവിടെ ഒഴിച്ചേക്കുമല്ലേ? ഇതെല്ലാം ഇവിടെ ഒഴിച്ചിരിക്കുവാണ്. ഈ പ്രദേശം ചുറ്റും ഒഴിച്ചിട്ട് പോയിരിക്കുക. കണ്ടോ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങള് എവിടെയെങ്കിലും പോയി ദൂരയാത്ര പോയിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. ഇരുന്ന് ഇച്ചിരി നേരം ക്ഷീണം മാറിയതിന് ശേഷം ഞങ്ങൾ പോകും ഇവിടെ നിന്ന്. അതുപോലെ ഇവിടെ ഇരിക്കും. മാത്രമല്ല ഇവിടെ കുഞ്ഞുങ്ങളും പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരും ഇവിടെ വന്നിരുന്ന് വണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് വണ്ടി കയറി പോകുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാം. അതാരായാലും കർശനമായിട്ട് പിടിച്ചേ വെക്കുകയുള്ളൂ. വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടിട്ട് ചില വിശ്രമം കൊണ്ട് ചായ കുടിച്ചിട്ട് വന്നിരിക്കുന്നതാണ് അദ്ദേഹം. ഇന്ന് വന്നിരിക്കുന്ന ആ കഷ്ടപ്പാട് ഞാൻ കാണിക്കാം. വേണ്ട, ഈ അപ്പച്ചൻ 70-75 വയസ്സുള്ള അപ്പച്ചൻ വേണ്ട ഇതായിരിക്കുന്നു. അദ്ദേഹം വേണ്ട ഈ കരിയോല അങ്ങോട്ട് മാറ്റി അപ്പുറത്തിരിക്കുവാണ്. നോക്കണം, അത്രയ്ക്കും വിഷമാവസ്ഥയാണ്. അതിന് തൊട്ടടുത്ത വീടിന്റെ ഭാഗത്തായതുകൊണ്ട് ഇദ്ദേഹം ചിലപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്യാണല്ലോ, വേറെ പരിപാടി. സംഭവിച്ചത് ഇത് രാവിലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. അത് 3 മണി എന്ന് പറയാൻ കാര്യം എന്തുവാ? 3 മണി എന്ന് പറയാൻ ഞാൻ ഇറങ്ങി നടക്കാറുണ്ട്. ഉറക്കമൊന്നുമില്ല, ഉറക്കം കുറവാ. അതുകൊണ്ട് ഇവിടെ ആശ്രയം പ്രാപിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. രാവിലെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ? രാവിലെയും വൈകിട്ടും ഇവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പം ആരാ ഒഴിച്ചെന്ന് മാത്രം അവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇരുത്തം മുടക്കിയല്ലേ? നമ്മുടെ ഇരുത്തം മുടക്കി. അത് 2 ദിവസത്തിനകം മുനിസിപ്പാലിറ്റി വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുമെന്നാ ഇന്ന് പറഞ്ഞിട്ട് പോകാം. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായി. വല്ലാത്തൊരു ഏറ്റവും മോശമായി നമ്മുടെ ഈ ഭാഗത്ത് ഇത്രയും പോലെ ഒരു സ്പർദ്ധയും കാര്യങ്ങളില്ലാത്ത ഒരു പ്രത്യേക ഒരു സ്ഥലം. എല്ലാം ഒത്തിരി പോലെ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഒന്നാമത് ഈ ഐമാസ് ലൈറ്റും കത്തുന്നില്ല. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ തട്ടം നഗർ തട്ടത്ത് ഭാഗമാണ്. തട്ടത്ത് ഓലിമുക്കുന്നൊരു വഴി ഒരു പേരോടുണ്ട്. ഈ ഭാഗത്തെ ഒരു പ്രധാന കാത്തിരിപ്പ് കേന്ദ്രമാണിത്. പറഞ്ഞാൽ ഈ വഴി ഒരു പ്ലാപ്പള്ളി വഴിയൊക്കെ ഒത്തിരി വണ്ടി വല്ലപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ്. അതായത് വിശ്രമിക്കാൻ കിട്ടിയ ഒരു സ്ഥലം. പറഞ്ഞാൽ മഴയും വെളിച്ചവും വരുമ്പോൾ ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ആക്ച്വലി ഇത്. കാരണം ഈ വന്ന കാലത്ത് പറഞ്ഞാൽ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിലൂടെ യുവന്ന കാലത്ത് മതിലും ചുറ്റുമതിലുകളും ഒക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. ഇവിടെ കടകളോ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഇത് ഏക ആശ്രയം നമ്മുടെ ഈ ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഈ കാത്തിരിപ്പ് കേന്ദ്രം 2015 ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ശ്രീ ആർ ബാലകൃഷ്ണ സാറാണ്, മുൻ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമ്മുടെ ശ്രീ ജേക്കബ് വർഗീസ് വടക്കെടുത്താണ് ഇതിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹമാണ് ഈ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കിയത്. അന്ന് മേരിക്കുട്ടി ജേക്കബ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉപരിയായിട്ട് ഈ ഹൈമാസ്ക് ലൈറ്റും അന്ന് അദ്ദേഹം അത് ഉണ്ടാക്കിയാണ്. നിരവധി ആൾക്കാരുടെ ഒരു ആശാ കേന്ദ്രമാണിത്. സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ രാവിലെ വണ്ടി കയറാൻ നിൽക്കുന്ന ഇവിടെയാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം വെയിൽ വന്നാലും ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് ഇവിടെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ എന്ത് ചെയ്യണം? ഇത്രയും ഒരു നീച പ്രവൃത്തി ചെയ്യുന്ന അത് നല്ല മോശമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന നല്ല ഒന്നാമതര ഒരു വെയിലാണ്. അതായത് ഇത് നാളെ അങ്ങോട്ട് 2 ദിവസം കൊണ്ട് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. പെയിന്റ് അടിച്ച് ഞാനൊക്കെ ചെയ്യാൻ പോകുന്നു. ആരണ്ടൊക്കെ ഒരു ടൈൽസ് ഇട്ടു. ഇവിടെ എല്ലാം പുള്ളി ടൈൽസൊക്കെ അടിപ്പിച്ചാണ്. കാരണം ഇതിനുപരിയായിട്ട് ഇനിയിപ്പോ ഒരു പെയിന്റ് അടിപ്പിച്ചാൽ പെയിന്റ് ഒന്നുകൂടെ ശരിയാവും. സൈഡ് ചെയ്യാന്നുള്ളത്. ഇത്തരം നീച പ്രവർത്തികൾ ചെയ്യുന്നവനെ ഇവിടെ ഈ ഒരു ഏതെങ്കിലും ഭാഗത്ത് CC ക്യാമറ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പോലീസ് വന്നെന്നാണ് പറയുന്നത്. CC ക്യാമറ വെച്ചിട്ട് ഇത് ആര് ചെയ്തു എന്ന് അറിയണം. അത് തെളിയിക്കേണ്ട ആവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കാൻ പാടില്ല. അതൊരു വലിയ ഒരു മോശമായ സംഗതിയാണ്. അതൊക്കെ ഇത്രയും കരിയോൽ വാരി തേച്ചേക്കുന്ന ഇരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്നോട്ട് 4 പേര് ഇരുന്നോട്ട്. കാര്യം രാത്രി വന്ന് വർത്താനം പറഞ്ഞിരുന്ന നല്ല ശല്യക്കാരും മദ്യപാനികളും നല്ല മോശക്കാരും ഒന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ സൗഹൃദം അവർക്ക് വർത്തമാനം പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികൾ ചെയ്യുന്നവരെ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാരെല്ലാം ഇങ്ങനെ ഒരു ഇത് കാണിച്ചു വെച്ച ഏതവനായാലും പിടിച്ചേ പറ്റൂ. നാളെ ഇവിടെ ഒരുത്തനെ കൊന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ സമാധാനം പറയേണ്ട രീതിയിൽ. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങളെന്നും വൈകുന്നേരവും രാവിലെയൊക്കെ വന്നിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ എന്നും വന്ന് ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കുന്നത് വണ്ടി കയറാൻ വേണ്ടി, ബസ് കയറാനും എന്ത് കാര്യത്തിനായാലും. മഴ പെയ്താൽ തന്നെ ആൾക്കാർ ഇവിടെ കയറിയിരിക്കുന്നത്.
ഇത് കാണിച്ചു വെച്ച ആരാന്ന് വെച്ചാൽ തെറ്റ് കാണിക്കുന്നവരെ പിടിക്കാൻ പോലീസുകാരില്ലെങ്കിൽ ഇവിടെ പോലീസ് സംവിധാനത്തിന് നിയമം എല്ലാം വേണം. ഇവിടെ CCTV ഇല്ല, വീടിന്റെ അവിടം വരെ ഉണ്ട്. അത് അവിടം വരെ കിട്ടത്തുള്ളൂ. ഇത് ശക്തമായിട്ടൊരു CCTVയുടെ ഒരു ഇത് വേണം. ഈ ജംഗ്ഷനിൽ CCTV ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഈ ജംഗ്ഷനിൽ ഈ ഐമാസ് ലൈറ്റ് പോലും കത്താൻ കത്തുന്നില്ല. ഒരു ലൈറ്റേ കത്തത്തുള്ളൂ. ഇത് തന്നെ പാടാണ് ഇവിടെ. ഇവിടെ മനുഷ്യൻ ഇരിക്കില്ല എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചത്. പക്ഷെ ഇത് ആര് ചെയ്താലും ഇത് ശരിയായ ഒരു നടപടിയല്ല അല്ലേ? അല്ല. പിന്നെ നാളെ ഒരുത്തനെ ഇവിടെ കൊന്നിട്ടിട്ട് പോയി ഈ നാട്ടുകാർ സമാധാനം പറയണ്ടേ? പിന്നെ ഇപ്പം ചെയ്തിട്ട് നാളെ ഇതിനെക്കാട്ടിലും വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. ഈയങ്കുന്നിന്റെ അവിടുന്ന് കരിക്കത്തി പോകാനും എല്ലായിടത്തും പോകാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത് ബസ് കയറാൻ വേണ്ടി. ഈയങ്കുന്നിന്റെ അവിടുന്ന് കരിക്കവും പോകാനും ഇവിടുന്ന് എത്രയോ പേര് ഇവിടെ വന്ന് ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കും. ഉച്ച സമയത്ത് ചോറിനാൻ വേണ്ടി ഇവിടെ വന്ന് ആൾക്കാർ വന്ന് കുത്തിയിരിപ്പുണ്ട്. ഇവിടെ 10 മിനിറ്റ് ഇരുന്നിട്ട് പോകും ആരായാലും. അതുപോലെ ഇവിടെ വണ്ടിയുടെ ടൈം ചിലപ്പോഴും പല സമയങ്ങളിലാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു മലവണ്ടിയാണല്ലോ കറക്റ്റ്. പ്ലാപ്പള്ളി എന്ന് പറഞ്ഞാൽ മലവണ്ടിയാണ്, അത് സ്ഥിരം വണ്ടിയില്ല. അതിനല്ലാത്തതുകൊണ്ട് ആ വണ്ടിയുടെ വെയിറ്റ് ചെയ്ത് ഈ ഒരു ഗ്രാമപ്രദേശമുള്ള ആൾക്കാർ പ്ലാപ്പള്ളി വണ്ടി കാണാൻ നിൽക്കുന്നത് ഇവിടാണ്. അതുപോലെ പ്ലാപ്പള്ളി പ്രദേശത്തോട്ട് പോകാൻ നിൽക്കുന്ന വണ്ടിയുടെ സമയങ്ങൾ ഏറെക്കുറെ അറിയാമല്ലോ. പറഞ്ഞാൽ വിട്ടുവിട്ട് വണ്ടി എല്ലാ സമയത്തും വണ്ടിയില്ല. ആ സമയങ്ങളുള്ള സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്തേ ഉള്ളൂ. കാരണം ഈ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും വീട്ടിൽ വന്ന് കയറാനൊക്കത്തില്ല. കാരണം എല്ലാവരും 4 മതിൽ ചുറ്റിന്റെ അണ്ടറിലാണ്. 15 പട്ടിയുണ്ട്. ഒരു വീട്ടിൽ വന്ന് കയറി നിൽക്കാനൊക്കത്തില്ല. ഇവിടെ മാത്രമേ ഉള്ള ആശാവുണ്ട്. വെയിലും മഴയും കാറ്റും ഉള്ളപ്പോൾ ഇതിന്റെ കീഴിലേ നിന്ന് ആൾക്കാർക്ക് നിൽക്കാനൊക്കും. ആ ഒരു സംവിധാനമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംവിധാനം. ഇത്രയും ജനദ്രോഹ പ്രവർത്തനങ്ങളെ ചെയ്യുന്നവനെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് അതുപോലെ സ്കൂൾ കുട്ടികൾ രാവിലെ എൻ്റെ സ്കൂൾ കുട്ടികളോട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ഞങ്ങളുടെ മെമ്പർ ജേക്കപ്പച്ചാന്റെ മുഖത്ത് കരിയേൽ ഒരുക്കുന്നോണായിപ്പോയത് സംഭവം. ഞങ്ങളൊക്കെ ഇവിടെ കുത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും വന്ന് ബസ്സിനകത്തും ജോലിക്കൊക്കെ പോയിട്ട് വന്നാലും 10-4 പേരുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇത് പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആരായാലും അവരെ കർശനമായി പിടിക്കണം. ഇത് ശരിയായ കാര്യമല്ല. കാര്യം ജനദോഷമാണ് ചെയ്തിരിക്കുന്നത്, ജനങ്ങൾക്ക് ശല്യമാണ് ചെയ്തിരിക്കുന്നത്. 2015 നിർമ്മിച്ചതാണ്. ഇത്രയും നാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതെങ്ങനോ അങ്ങനെ ഈ പ്രദേശത്ത് വലിയ സാമൂഹിക ദ്രോഹികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. ഇതെങ്ങനോ സംഭവിച്ചതാണ്. പക്ഷേ അത് കണ്ടുപിടിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളും അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, ചാനലുകാരെല്ലാം ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റ് പെട്രോൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങൾ വലുതായിട്ടൊന്നും ഇല്ല. എന്നാൽ തന്നെയും നൈറ്റ് പെട്രോളിങ്ങും പോലീസിൻ്റെ നിരീക്ഷണം തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർ ബാലകൃഷ്ണപിള്ള സാറ് ഉദ്ഘാടനം ചെയ്ത ഒരു വെയിറ്റ് ഷെഡാണിത് അദ്ദേഹത്തിൻ്റെ കാലത്ത്. പക്ഷേ ഇത്രയും കാലം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഇനിയും വലിയ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ടിടത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇത് റെസിഡൻസ് അസോസിയേഷൻ മറ്റുമൊക്കെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്.